എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3/4 കപ്പ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി 2 പാളയംകോടൻ പഴം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായി ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതും കൂടി നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ഉടച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് ചുക്ക് പൊടിയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ടെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെ നനവ് കൊണ്ട് തന്നെ പൊടിയെല്ലാം നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി മതിയാകും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇരിക്കേണ്ടത്. ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയ കുറച്ച് വയണയില എടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കോൺ തിരിച്ച് ഒരു സ്ക്വയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈർക്കിൽ ഉപയോഗിച്ചോ ഒന്ന് കുത്തിയെടുക്കാം. ഇതേപോലെ കോണാക്കിയതിന് ശേഷം തിരിച്ചു പിടിച്ച് മറുഭാഗത്ത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഇത് കോണായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാവ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓരോ ഇലയുടെയും വലുപ്പം അനുസരിച്ച് നമുക്ക് ഫില്ലിങ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതേപോലെ ബാക്കിയുള്ള ഇലകൾ ഓരോന്നും എടുത്ത് ഈ ഒരു രീതിയിൽ കോണാക്കിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. മാവിലേക്ക് തേങ്ങയും പഴവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്, അതേപോലെ നല്ല സോഫ്റ്റുമാണ്. എല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയതിന് ശേഷം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതെല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇലയിൽ നിന്നും ഇളക്കി മാറ്റാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആ വയണ ഇലയുടെ മണമാണ്. ഒരു രക്ഷയുമില്ലാത്ത മണമാണ്. പഴയകാല രുചികൾപ്പെടുന്ന ഒരു ഐറ്റമാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ല. എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.